ഗുഡ് മോർണിംഗ്. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്കിവിടെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ആർക്കൊക്കെ ഇത് റെസണേറ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അല്ലാത്തതായ കാര്യങ്ങളെല്ലാം വിട്ടുകളയുക. ഒരു കാരണവശാലും നെഗറ്റീവായ ഒരു എനർജിയെയും, നെഗറ്റീവായ ഒരു വ്യക്തികളെയും, നെഗറ്റീവായ ഒരു സന്ദർഭങ്ങളെയും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത്. അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നും നമ്മൾ മാറിപ്പോവുക എന്നാണ് ഡിവൈൻ നമ്മളോട് പറയുന്നത്. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം തിങ്ക് ചെയ്യുക, പോസിറ്റീവായ മാർഗങ്ങളിൽ കൂടി മാത്രം പോകുക. നമുക്ക് പോസിറ്റീവായി നമ്മളെ അംഗീകരിക്കുകയും നമ്മളെ ചേർത്ത് നിർത്താനും നമ്മളുടെ കുറവുകളെയും എല്ലാം അംഗീകരിക്കാൻ പറ്റുന്ന വ്യക്തികളോട് മാത്രം നിങ്ങൾ കണക്ഷൻ വയ്ക്കുക. നമ്മളെ എപ്പോഴും മനസ്സിലാക്കുന്നവരോട് മാത്രം സൗഹൃദങ്ങളും ബന്ധങ്ങളും സ്ഥാപിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ടൊരു റീഡിംഗ് എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, നിങ്ങൾ സംതൃപ്തരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്കൊരു പ്രചോദനമാണ്. നമ്മളുടെ ഈ യാത്രയുടെ മുൻപോട്ടുള്ള ഒരു ശക്തിയായി തന്നെ അതിനെ ഞാൻ കാണുന്നു. ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഇമോഷനാണ്. അതായത് നമ്മളുടെ ലൈഫിൽ ഒരു പുതിയ ഇമോഷൻ ഫീൽ ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങളെ നമ്മുടെ ലൈഫിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വിജയിക്കാൻ സാധിക്കുന്നു. അതായത് ഫാമിലി ആയിട്ടൊക്കെ നല്ല കണക്റ്റഡായി, അതായത് ഒറ്റയ്ക്ക് നിന്നാലും ഹാപ്പി ആവാൻ സാധിക്കുന്ന കുറേ വ്യക്തിത്വങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികമായ ഒരവസ്ഥയിലേക്ക്, ഒരു സ്ട്രോങ് ആയ മനസ്സിൻ്റെ ഉടമകളായി തീർന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഫാമിലി ആയിട്ടൊക്കെ നിങ്ങൾ നല്ല കണക്ഷനായ വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സ്കോപ്പും പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളൊരു പുതിയ രീതിയിൽ എന്തോ ഒരു പുതിയ കാര്യം, ഇനി എല്ലാ രീതിയിലും ഏകദേശം കാര്യങ്ങളെക്കുറിച്ചൊരു തിങ്കിങ് ഒക്കെ ഉള്ള വ്യക്തി, അതായത് ഒരു പക്വതയുള്ള ഒരു വ്യക്തിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇപ്പോഴും നിങ്ങളുടെ ഹൃദയമെന്ന് പറയുന്നത് ഒരു യുവത്വം തുളുമ്പുന്നതാണ്. ഇനിയിപ്പോൾ ഏജായ വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു സഞ്ചാരം എന്ന് പറയുന്ന ചെറിയ ആളുകളെ പോലെയാണ്. അതായത് ഒരു കുട്ടിത്തത്തോടു കൂടി ആരോയും ബിഹേവ് ചെയ്യുന്ന ക്യാരക്ടർ ഉള്ളവരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓരോ ഘട്ടങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തികളാണ്. അതുപോലെ തന്നെ നിങ്ങൾ പുതിയൊരു ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് തിങ്കിങ് ചെയ്യുകയും പുതിയൊരു ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലിയും ഇമോഷണലി ഏത് രീതിയിലാണെങ്കിലും പുതിയ ക്രിയേറ്റിവിറ്റികൾ ചെയ്യാൻ വളരെ താല്പര്യത്തോടു കൂടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുന്നത്. 6 ഓഫ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി തെറ്റായ ഒരു ദിശയിലാണെങ്കിൽ നിന്നതെങ്കിൽ ആ ദിശയിൽ നിന്ന് നിങ്ങൾ മാറി സഞ്ചരിക്കാൻ, ഒരു ശരിയായ ധ്രുവത്തിലേക്ക്, ശരിയായ ഒരു ദിശയിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിച്ചു തുടങ്ങി. നിങ്ങൾ പോകാൻ തീരുമാനിച്ചേക്കുകയാണ്. നിങ്ങൾ ഏതൊക്കെയോ കാര്യങ്ങൾക്ക് ജസ്റ്റിസ്, നീതി കിട്ടാൻ ആഗ്രഹിച്ച വ്യക്തികളാണ്. ആ നീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി തിങ്കിങ് ചെയ്തു തുടങ്ങി, അല്ലെങ്കിൽ മാറി സഞ്ചരിച്ചു തുടങ്ങി. ഒരു നീതി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നാവാം, അല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയിൽ നിന്നാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലാവാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിനുള്ളിലാകാം. നിങ്ങൾക്ക് അർഹമാകുന്ന നീതി ലഭിക്കാൻ വേണ്ടി ഇന്നു മുതൽ നിങ്ങൾ മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കുക എന്നും സഞ്ചരിച്ചു തുടങ്ങിയെന്നും നിങ്ങൾക്ക് യൂണിവേഴ്സ് മെസ്സേജ് തരുന്നു. നിങ്ങളുടെ സോൾ അതിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾക്കിവിടെ ഡിവൈൻ നൽകുന്ന മെസ്സേജ്. അതുപോലെ ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് ഉള്ളവരും ഇതിനകത്തുണ്ട്. ഏതോ സക്സസ്സിന് വേണ്ടിയിട്ട്, ഒരു വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പോരാടിയ ആളുകളാണ്. അത് ഇമോഷണലി ആവാം, ഫിസിക്കലി ആവാം, എങ്ങനെയും ആവാം. ഒരുപാട് ഹാർട്ട് ബ്രേക്കിംഗ് ഉള്ള കുറേ ആളുകളെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ ഇമോഷണലി ഫാമിലി ആയിട്ട് ഒരു ടുഗദർനെസ്, ഒരു സന്തോഷം പങ്കിടുന്ന ദിവസമാണ്. ഇന്ന് നിങ്ങളൊന്ന് റിലാക്സ് ആവുകയാണ്. ഇമോഷണലി പക്വമാർന്ന രീതിയിൽ, വളരെ നല്ല പക്വതയാർന്ന രീതിയിൽ നിങ്ങൾ ഇന്ന് ഇമോഷണലി വളരെ ഹാപ്പി ആവുന്ന
വ്യക്തിത്വങ്ങളെയാണ് നമുക്കിവിടെ കാണുന്നത്. ഫാമിലി ആയിട്ടും നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പഴയ തറവാട് കാണാൻ പോകുകയോ തറവാട്ടിലൊന്ന് കയറി പോകുക, അവിടെയുള്ള നമ്മുടെ ഒരുപാട് പ്രായമായ വ്യക്തികളുമായിട്ടൊരു മീറ്റ് കൂടുക, അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കുക, അവരോടൊത്ത് ഇച്ചിരി സമയം ചെലവഴിക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. പിന്നെ സാമ്പത്തികമായ ഒരു കാര്യത്തിലാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്കിംഗ് കാണുന്നത്. സാമ്പത്തികമായിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യം, അതായത് ഹാർഡ് വർക്ക് ചെയ്തു, ആ ഹാർഡ് വർക്കിൽ നിങ്ങൾക്ക് കിട്ടിയത് ഒരു പെയിൻ ആയിട്ടാണ് ഇന്ന് കാണുന്നത് കേട്ടോ. ഞാൻ ആ ഹാർട്ട് ബ്രേക്കിംഗ് ത്രീ ഓഫ് സോഴ്സ് എന്താണെന്ന് ഒന്നും കൂടി ഷഫിൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഹാർട്ട് ബ്രേക്കിംഗ്, ആ ഹാർട്ട് ബ്രേക്കിങ്ങിലാണ്, അതായത് നിങ്ങൾ ഹാർട്ട് ബ്രേക്കിംഗ് ഉണ്ടാവാനുള്ള കാരണം നിങ്ങൾ എന്തോ കാര്യത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു, ആരോഗ്യമോ ചേർന്ന് നിങ്ങൾ ഒന്നിച്ച് ഹാർഡ് വർക്ക് ചെയ്തു, ആ ഹാർഡ് വർക്കിലൂടെ നിങ്ങൾക്ക് ഒരു സക്സസ് അല്ല കിട്ടിയ ഒരു പെയിനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് ഏതോ ഒരു വ്യക്തിയുമായിട്ട്, അത് ചിലപ്പോൾ നമ്മുടെ എങ്ങനെയോ ഒരു വ്യക്തിയും, ഒരു നെഗറ്റീവ് എനർജി ഉള്ളൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കിന്നൊരു കോണ്ടാക്റ്റ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കതിൽ ഒരു സംതൃപ്തമല്ല കാണുന്നത്, നിങ്ങൾക്ക് അതിനകത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ്. പേജ് ഓഫ് സോഴ്സാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. ആ ഒരു നെഗറ്റീവായ ഒരു ലേഡിയുടെ പ്രസൻസ് ആണ് കാണുന്നത്. എല്ലാത്തിനോടും ആർത്തിയും അതുപോലെ ധാർഷ്ട്യമൊക്കെ ഉള്ള വ്യക്തികളെന്ന് പറയില്ല, അഹങ്കാരമുള്ളൊരു വ്യക്തിയുമായിട്ട് ഇന്ന് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട്. അവരുമായിട്ട് ഒത്തുചേർന്ന് നിങ്ങൾക്കിന്നൊരു കാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഭയങ്കരമായൊരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ അതിന് അവരുമായിട്ടൊരു കൊടുക്കൽ വാങ്ങൽ നടത്തേണ്ടതായിട്ട് വരുന്നു. അവർക്ക് എന്തോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നെങ്കിൽ സാമ്പത്തികമാകാം, അല്ലെങ്കിൽ മറ്റെന്തോ ഹെൽപ്പ് ആവാം. നിങ്ങൾക്ക് അസംതൃപ്തിയോട് കൂടിയാണെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കുറച്ച് ടൈം എന്തോ കാര്യത്തിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് ഇന്ന് കാണുന്നുണ്ട്. അതിലൊന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങളുടെ ഒപ്പം യൂണിവേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ് കേട്ടോ എന്നാലും ഉണ്ടാകുകയുള്ളൂ. അതുപോലെ ഇന്ന് ഹൈ പ്രീസ്റ്റസ് ആവുകയാണ് നിങ്ങൾ. ആ ലേഡിയുമായിട്ടുള്ളൊരു പ്രസൻസിലായിരിക്കാം നിങ്ങളൊന്ന് ഹൈ പ്രീസ്റ്റസ്, ഒരു പവറുള്ള വ്യക്തിയാവുക ഇന്ന്. അതിനെ ഒന്ന് തരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓൾറെഡി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും, നിങ്ങളുടെ സോളിനൊരു പവർ ഉണ്ടെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് അവരെ ഒന്ന് മനസ്സുകൊണ്ട് അറിയാൻ പറ്റും. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഡീലിങ്സിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതൊരു സാമ്പത്തികമായ ഡീലിങ്സ് ആവാം, അവരുമോടൊന്നിച്ച് എന്തെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വരുന്നതാകാം. എന്തോ നിങ്ങൾക്ക് ഇന്നൊരു നെഗറ്റീവായൊരു, നിങ്ങൾക്ക് സംതൃപ്തി ഇല്ലാത്തൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിനകത്ത് വിജയിക്കുക തന്നെ ചെയ്യും, നിങ്ങളൊരു പവർഫുള്ളായി തന്നെ നിൽക്കും. നിങ്ങൾ ഒന്ന് പതറിപ്പോയാൽ തന്നെ നിങ്ങളതിൽ പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഹൈ പ്രീസ്റ്റസ്, നിങ്ങളുടെ ആ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നല്ല സ്പിരിച്വലായ വ്യക്തി, സോളിനെ കുറിച്ചാണ് ഇന്നിവിടെ കൂടുതൽ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ സോള് നല്ലതുപോലെ വർക്ക് ചെയ്യും ഇന്നത്തെ ദിവസം. അടുത്ത സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത്, നിങ്ങൾ ശക്തിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. 9 ഓഫ് പെന്റിക്കിൾസ് എന്നാണ് നിങ്ങൾ ആ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അബണ്ടൻസ്, ആ ഒരു ഭാരത്തെ നിങ്ങൾ ഇറക്കി വെക്കാൻ സാധിക്കും. നിങ്ങളുടെ കൂടെ നിന്നിരുന്ന ആ ഒരു ഭാരത്തെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സിമ്പിളായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 9 ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾക്ക് ഇന്നൊരു അബണ്ടൻസ് ആണ്. നിങ്ങളുടെ യാത്രയിലോ നിങ്ങൾ എന്തോ പുതിയ കാര്യം ചെയ്യാനിരുന്നതിലോ ഒക്കെ, ഇനിയിപ്പോൾ എവിടെയെങ്കിലും എന്തോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്ന് അബണ്ടൻസ്, ഇന്ന് ആത്മസംതൃപ്തിയും സമൃദ്ധിയുടെയും ദിവസമായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ദ ടവർ വന്നിട്ടുണ്ട്, അതായത് നിങ്ങൾ എന്തോ കാര്യങ്ങളെ ഭയപ്പെടുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ നിഴലിനെ പോലും നിങ്ങൾക്ക് ഭയമുണ്ടാകുന്ന രീതിയിൽ ഒരു തകർച്ചയും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ്. നിങ്ങളൊരു ഇരുട്ടിൽപ്പെട്ടവരെ പോലെയായിരുന്നു, നിങ്ങൾക്കൊരു ഭയമായിരുന്നു, ഇരുട്ടിൽപ്പെട്ട ഭയം. എന്തിനെയൊക്കെയോ നിങ്ങൾ ഒരുപാട് ഭയന്നിരുന്നു, പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറുകയാണ്. 3 ഓഫ് വാൺസ്, നിങ്ങൾ ഉറച്ച തീരുമാനത്തോടു കൂടി മുൻപോട്ട് പോവുകയാണ്. കരിയറിലാണെങ്കിലും ലൈഫിലാണെങ്കിലും എല്ലാത്തിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഇന്ന് നിങ്ങളുടെ സോളിന് നൽകുമെന്നാണ്
യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് നിങ്ങളുടെ സോള് നിങ്ങൾക്ക് വേണ്ടി നല്ലതുപോലെ വർക്ക് ചെയ്യുന്ന ഹൈ പ്രീസ്റ്റസിനെ പോലെ നിങ്ങളുടെ സോള് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തികത്തിൻ്റെ വാതിൽ നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എന്തോ ഒരു ഫിനാൻഷ്യൽ ലോസ് സംഭവിച്ചു, അതായത് നിങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിരുന്ന ഒരു ഫിനാൻഷ്യൽ ലോസ് നിങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഒറ്റപ്പെടലും നിങ്ങൾക്ക് ആരോടും പറയാൻ വയ്യാത്ത ഒരു വേദനയും ഫീലിങ്സോടും കൂടി ഉള്ളവർക്ക് നിങ്ങൾ ഭയപ്പെടേണ്ട. ആ 5 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാതിലിൽ നിങ്ങളുടെ അരികിൽ തന്നെ അതിൻ്റെ താക്കോലുണ്ട്. എത്രയും വേഗം നിങ്ങളെ യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ശരിക്കും പ്രെയർ ചെയ്യുക. നിങ്ങളുടെ സോളിനോട് ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഇതിന് എന്ത് മാർഗമാണ് കാണേണ്ടതെന്ന് നിങ്ങൾ തീവ്രമായി നല്ല ഉൾക്കരുത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ സോളിനോട് ചോദിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോള് മറുപടി നൽകുന്നതാണ് കേട്ടോ. നമ്മുടെ ശരീരമല്ല, നമ്മുടെ ആത്മാവാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതായത് ബ്ലെസ്സിങ്സ്, സ്പിരിച്വലായിട്ടുള്ളൊരു കണക്ഷൻ നമുക്ക് സോളിനാണുള്ളത്. നമ്മുടെ ശരീരമല്ല, നമ്മുടെ സോളാണ് യൂണിവേഴ്സുമായി കണക്റ്റഡ് ആവുന്നത്. നമ്മുടെ സോളിൽ എന്താണോ, സോള് പോസിറ്റിവിറ്റി ആണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾക്ക് പോസിറ്റീവുകൾ നിങ്ങൾ പോലും ചിന്തിക്കാണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ സോളൊരു നെഗറ്റിവിറ്റിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും യൂണിവേഴ്സിനെ കാണാൻ സാധിക്കില്ല. നിങ്ങൾ ബ്ലോക്കേജായി പോകും. നിങ്ങൾ ബ്ലാക്ക് എനർജിയെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും നിങ്ങളുടെ സോളിനെ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് എനർജി നിങ്ങളുടെ സോളിലേക്ക് കടന്നു പോകാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുക. നിങ്ങൾ എപ്പോഴും പോസിറ്റീവിനെ മാത്രം നിങ്ങളുടെ സോളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക കേട്ടോ. നമുക്കിന്ന് നമ്മുടെ നമ്മുടെ ഒറ്റക്കൊമ്പൻ യൂണിക്കോൺ കുതിര എന്താണ് മെസ്സേജ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന മെസ്സേജ് സോൾ പർപ്പസ് എന്നാണ്. നിങ്ങളുടെ സോളാണ്, ആത്മാവിൻ്റെ കാര്യത്തെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ ആത്മാവിൻ്റെ ഉദ്ദേശ്യത്തിൽ പ്രവർത്തിക്കുക. കണ്ടോ, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സോൾ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. ആക്ട് ഓൺ യുവർ സോൾ പർപ്പസ് ടുഡേ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മാവിൻ്റെ ലക്ഷ്യം കണ്ടെത്താൻ യൂണിക്കോൺ നിങ്ങളെ സഹായിക്കും. അതായത് യൂണിക്കോണിനോട് നിങ്ങൾ പ്രെയർ ചെയ്യുക. നിങ്ങളുടെ ആത്മാവിൻ്റെ ആ ഒരു കാര്യം എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്നത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ണുകളടച്ച് ഒരു 10 മിനിറ്റ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈകൾ വെച്ച് നിങ്ങളൊന്ന് ചോദിക്കുക. നിങ്ങൾക്കതിനുള്ള ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യത്തിന് ആൻസർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതുമാത്രമേ നിങ്ങൾക്ക് സംതൃപ്തി നൽകുകയുള്ളൂ ഇന്നെന്നാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ സോളിനനുസരിച്ച് നിങ്ങൾ ഇന്ന് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് സംതൃപ്തി ലഭിക്കുമെന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. അതിനെ നിങ്ങൾക്ക് വഴി കാണിക്കാൻ നിങ്ങളുടെ സോളിനോട് ആവശ്യപ്പെടുക. നിങ്ങൾ നിങ്ങളുടെ സോളിനോട് ആവശ്യപ്പെടുക, ഇന്നത്തെ ദിവസം എനിക്കൊരു വഴി കാണിച്ചു തരിക എന്ന്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം അതിനൊത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. രണ്ടാമത് നമ്മൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് വിഷസാണ്, ആശംസയാണ്. നമ്മുടെ സോളിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വിഷസ് ആശംസയാണ് കേട്ടോ. അതായത് ആഗ്രഹം അനുവദിക്കപ്പെടുമെന്നതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തിനാണോ ആഗ്രഹിക്കുന്നത് അതിനെ ശ്രദ്ധിക്കുക, അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക എന്നാണ് നമ്മളോട് യൂണിക്കോൺ പറയുന്നത്. യൂണിക്കോണുകൾ ഹൃദയശുദ്ധിയുള്ളവർക്ക് ആശംസകൾ നൽകുന്നു. നമ്മൾ പറഞ്ഞു യൂണിക്കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോപകാരം ചെയ്യുന്നവരുടെ കൂടെയാണ്, ദയയുള്ളവരുടെ കൂടെയാണ്, സ്നേഹമുള്ളവരുടെ കൂടെയാണ്. അപ്പം മാതാപിതാക്കളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരുടെ കൂടെയാണ്. നമ്മളുടെ കൂടെ ഉള്ളവരെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവരുടെ കൂടെയാണ് യൂണിക്കോൺ എന്ന് നമ്മൾ പല പ്രാവശ്യത്തെ മെസ്സേജുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹൃദയശുദ്ധിയുള്ളവരുടെ കൂടെയാണ് യൂണിക്കോൺ നിൽക്കുകയുള്ളൂ. ഏറ്റവും നല്ല നന്മയ്ക്കായി ഇന്നൊരാഗ്രഹം ഉണ്ടാക്കുക, അത് ഫലപ്രാപ്തിയിലെത്താൻ മാന്ത്രിക യൂണിക്കോണുകൾ സഹായിക്കുമെന്ന് മനസ്സിലാക്കുക. ഞാൻ എൻ്റെ യൂണിക്കോണിൻ്റെ ആഗ്രഹത്തിനൊത്ത് ശ്രദ്ധിക്കുമെന്ന് പറയുക. നമുക്കിന്ന് ബോട്ടം ഓഫ് ദി ഡെക്ക് തന്നിരിക്കുന്നതും അതിലും മനോഹരമായൊരു മെസ്സേജാണ്.
ഓപ്പണിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ന്യൂ ഡോർ ഈസ് ഓപ്പണിംഗ് ഫോർ യു. നിനക്ക് വേണ്ടിയിട്ട് പുതിയൊരു ഡോറ് തുറക്കുന്നു. സാമ്പത്തികമായി പ്രോബ്ലംസിൽ സങ്കടപ്പെടുന്നവർക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് തന്നിരിക്കുന്നത് 5 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവിടെയും ഒരു താക്കോലിരിക്കുന്നു, നമ്മുടെ ഡോറിൻ്റെ അടുത്തും ഒരു താക്കോലിരിക്കുന്നു. നിങ്ങൾ ഈ താക്കോല് കാണുക. നിങ്ങൾ ആ ബ്ലെസ്സിങ്സ്, നിങ്ങളുടെ മുമ്പിലുള്ള ബ്ലെസ്സിങ്സിനെ നിങ്ങൾ കാണൂ. നിങ്ങൾ കണ്ണു തുറന്ന് നോക്കൂ. നിങ്ങൾ ശരിക്കും പ്രെയർ ചെയ്യൂ. നിങ്ങൾ 2 മിനിറ്റ് മെഡിറ്റേഷൻ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കൈകൾ വെച്ച് 2 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എന്താണ് നിങ്ങൾക്കെന്നുള്ളത് നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വരും. കാരണം പ്രപഞ്ചം നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. വ്യക്തികളെയും ബന്ധങ്ങളെയും അതുപോലെ തന്നെ പല 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 വിഭവങ്ങളും നമ്മൾക്ക് വേണ്ടി പ്രപഞ്ചം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾക്ക് കറക്റ്റ് അർഹമാകുന്ന ടൈമുകളിൽ, അതായത് വീൽ ഓഫ് ഫോർച്യൂൺ, നമ്മൾക്ക് എപ്പോഴാണോ കാലം അനുവദിച്ചിരിക്കുന്ന ആ ടൈമിങ്ങിൽ നമ്മുടെ കൈകളിലേക്ക് അതെല്ലാം വരും. അതിൻ്റെ സമയം കഴിയുമ്പോൾ നമ്മുടെ കൈകളിൽ നിന്ന് അത് പോകുകയും ചെയ്യും. അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. കാരണം ഈ നമ്മൾ കഴിഞ്ഞ അടുത്ത വ്യക്തികൾക്ക് കൈമാറേണ്ടത് നമ്മൾ കൈമാറിയേ പറ്റൂ. അതുകൊണ്ട് ഒരിക്കലും ഒന്നും നമ്മൾക്ക് ശാശ്വതമല്ല. വരികയും തിരിച്ചത് പോകുകയും ചെയ്യും. ധനമാണേലും സ്നേഹമാണേലും ബന്ധങ്ങളാണേലും എന്തും. നമ്മുടെ ജോബ് പോലും നമ്മളൊരു പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തയാൾക്ക് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുക എന്നത് നമ്മുടെ ആ ഒരു കടമയാണ്. അതുപോലെ തന്നെ നിങ്ങൾ നിരാശരായിട്ടിരിക്കാണ്ട് നെക്സ്റ്റ് ഇനി എന്താണ്, എൻ്റെ സമയം ഇതിൻ്റെ കഴിഞ്ഞു, ഇനി അടുത്തത് എനിക്ക് എന്താണ് എന്ന് നിങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി ചിന്തിക്കുക. നിങ്ങളുടെ സോളിനോട് ചോദിച്ച് നിങ്ങളത് നേടിയെടുക്കുക. നിങ്ങളുടെ പ്രപഞ്ചം നിങ്ങളെ നോക്കി സന്തോഷിക്കട്ടെ. നമ്മുടെ പ്രപഞ്ച പിതാവ് നമ്മൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റേതായ സമയങ്ങളിൽ നമ്മുടെ കൈകളിൽ നമ്മൾ പോലും അറിയാതെ എത്തും. ഭാഗ്യമുള്ളവൻ പാറപ്പുറത്തിരുന്നാൽ മതി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ടൈം ആവുമ്പോൾ നമ്മളിലേക്ക് വരേണ്ടതെല്ലാം വന്നിരിക്കും. നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട. നഷ്ടപ്പെട്ടു പോയതൊന്നും നമ്മുടേതല്ല എന്ന് ചിന്തിക്കുക. അതൊന്നും നമ്മുടേതല്ല എന്ന് ചിന്തിക്കുക. സന്തോഷത്തോടെ ഇരിക്കുക. ഇന്നത്തെ ദിവസവും എൻ്റെ വ്യൂവേഴ്സിനെല്ലാം ഈ മെസ്സേജ് പ്രയോജനപ്പെടുമെന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, സംതൃപ്തരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ചെയ്യുക. നമ്മൾക്ക് ഒന്നിച്ച് യാത്ര തുടരാം. ഗോഡ് ബ്ലെസ് യു.